Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് വൺ ഡയമെൻഷണൽ മോഷൻ. ലാസ്റ്റ് വീഡിയോയിൽ ചാപ്റ്റർ നമ്പർ 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് വൺ ഡയമെൻഷണൽ മോഷൻ. അതിന്റെ റീസൺ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. വൺ ഡയമെൻഷണൽ മോഷൻ, ടു ഡയമെൻഷണൽ മോഷൻ, ത്രീ ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യും. എന്താണ് 4 ഡയമെൻഷണൽ മോഷൻ, മോഷൻസ് ഏത് വരെ പോവാം, ദാറ്റ് ഈസ് 16 ഡയമെൻഷൻ എന്താണ്, 17 ഡയമെൻഷൻസ് എന്താണ്, ഇനി അത് പോവുകയാണെങ്കിൽ ഏത് വരെ പോവാം എന്നതിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് ഈ വീഡിയോയിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്കേലാർസ് ആൻഡ് വെക്ടേഴ്സ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി ആൻഡ് സ്പീഡ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. The first one, motion in one dimension. The motion of an object along a straight line is called one-dimensional motion or straight line motion. Here the motion is restricted to a straight line or confined in a single direction. It requires only one coordinate axis to describe the motion. That's an important concept. The last word is an important concept. അതായത് ഒരു മോഷൻ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം along a straight line എങ്കിലാണ് വൺ ഡയമെൻഷൻ എന്ന് പറയും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് റിക്വയർസ് ഓൺലി വൺ കോർഡിനേറ്റ് ആക്സിസ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ. ഒരു ഒബ്ജക്റ്റ് മോഷനെ കുറിച്ച് പറയാൻ എത്ര കോർഡിനേറ്റ്സ് ആവശ്യമുണ്ടോ അതിനെയാണ് നമ്മൾ ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു റിക്വയർ 3 coordinates, it is 3 dimensional motion. If you requires 2 coordinates, it is 2 dimensional motion. If you require only 1 coordinate, that is 1 dimensional motion. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇഫ് എൻ ഒബ്ജക്ട് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഒബ്ജക്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഓർ വൺ ഡയമെൻഷൻ മോഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഒബ്ജക്ട് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് ആണോ ആവശ്യം ആ കോർഡിനേറ്റിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻസ് ഓഫ് മോഷൻ. ഇതൊരു വേറൊരു ആംഗിളിൽ നമുക്ക് പറയാറുണ്ട്, നമ്പർ ഓഫ് കോർഡിനേറ്റ് മൈനസ് കൺസ്ട്രെയിൻസ് ഇസ് നോൺ ആസ് ഡയമെൻഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സ്പേസിലാണെങ്കിൽ എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ് വേണം. ഇനി അതിൽ എത്രണ്ണമാണ് കോൺസ്റ്റൻസ് അത് മൈനസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡയമെൻഷൻസ്. ഫോർ എക്സാമ്പിൾ 3 കോർഡിനേറ്റ്സ് ആണ്, അത് 2 കോൺസ്റ്റന്റ് ആണെങ്കിൽ 3 - 2 1 ഡയമെൻഷൻ. ഇനി 3 കോർഡിനേറ്റ്സിലും 1 കോൺസ്റ്റന്റ് ആണെങ്കിൽ 3 - 1 2 ഡയമെൻഷൻ. ഇനി 3 മാറുന്നുണ്ട്, അപ്പോൾ 3 - 0 3 ഡയമെൻഷൻ. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ട്. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാം. എ ബസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ്, ഇറ്റ്സ് 1 ഡയമെൻഷൻ എക്സാമ്പിൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ, ട്രെയിൻ റണ്ണിങ് ഓൺ എ സ്ട്രെയിറ്റ് റെയിൽവേ ട്രാക്ക്, a ant moving on a stretched wire. These are the examples for one dimension motion. അപ്പോൾ മോസ്റ്റ്ലി എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരിക, ഒരു സ്റ്റേറ്റ്മെന്റ് തരും, എന്ന് ചോദിക്കും ഇറ്റ്സ് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ, അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആവാം. ഇനി അതിനപ്പുറം പോവുകയാണെങ്കിൽ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആവാം. ഒരു ഇക്വേഷൻ തന്നിട്ട് ഇറ്റ്സ് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ചോദിക്കാം. അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇക്വേഷൻ എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ x² + y² = r². അപ്പോൾ അത് കിട്ടിയാൽ തന്നെ നമുക്കറിയാം ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് സർക്കിൾ. അപ്പോൾ സർക്കിൾ ആകുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് 2 ഡയമെൻഷൻ മോഷൻ. ഇനി y = mx + c, ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്കറിയാം 1 ഡയമെൻഷൻ മോഷൻ. അപ്പോൾ അത് അറിയണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മൂവ് ചെയ്യണം. പക്ഷേ ഒരു ബേസിക് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് 1 ഡയമെൻഷൻ ആണോ 2 ഡയമെൻഷൻ ആണോ 3 ഡയമെൻഷൻ ആണോ തിരിച്ചറിയണം. ഇനി നമുക്ക് ആ കോർഡിനേറ്റ് വെച്ചത് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. എ സ്ട്രെച്ച്ഡ് വയർ, വി ഹാവ് ആൻ, ഒരു ഉറുമ്പുണ്ട്. ആ സ്ട്രെച്ച്ഡ് വയറിൽ ഉറുമ്പ് എങ്ങനെ മൂവ് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഉറുമ്പ് എന്തുകൊണ്ടാണ് 1 ഡയമെൻഷൻ എന്ന് പറയാൻ കാരണം? സോ വി ഹാവ് XY ആക്സസ്. അപ്പോൾ XY ആക്സിസിൽ ഇത് നമുക്കറിയാം XYZ 3 ആക്സിസ് ഉണ്ട്. അപ്പോൾ Z നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഉറുമ്പിന് സെഡിൽ മൂവ്മെന്റേ ഇല്ല. ഇനി ഇതിൽ ഓരോ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഫസ്റ്റ് ഒറിജിൻ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത് 0 0 ആണ്. അപ്പോൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ 0 1, ഇനി ഈ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ 1 1, ദിസ് ഇസ് 2 1 3 1, ഇറ്റ് ഈസ് 4 1 ആൻഡ് ഇറ്റ് ഈസ് 5 1. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലായി, Y ആൻഡ് Z ആർ കോൺസ്റ്റന്റ്. Z ഓൾറെഡി 0 ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 1 0, ഇതാണെങ്കിലോ 1 1 0, ഇതാണെങ്കിലോ 2 1 0. 2 1 0 എന്ന് പറയുമ്പോൾ Z കോർഡിനേറ്റിന്റെ കൂടി പറയുമ്പോഴാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് 3 1 0 ആൻഡ് ദിസ് ഇസ് 4 1 0 5 1 0. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി. ഇതിൽ 3 കോർഡിനേറ്റ് ഉണ്ട്, 2 കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 3 - 2 അപ്പോൾ 1 കോർഡിനേറ്റ്, ദാറ്റ് ഈസ് 1 ഡയമെൻഷൻ മോഷൻ. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമുക്കിത് പറയാം, ഇവിടെ നമുക്ക് ഒരു വേരിയബിൾ മാത്രമേ മാറുന്നുള്ളൂ, ഇതിൽ ഒരു X മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു, Y മാറുന്നേ ഇല്ല. അപ്പോൾ എത്ര കോർഡിനേറ്റ്സ് മാറുന്നുണ്ടോ അതിനെ നമ്മൾ ഡയമെൻഷൻസ് വിളിക്കുക. കാരണം ഈ ഉറുമ്പിന്റെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പൊസിഷൻ പറയണമെങ്കിൽ വി ഓൺലി റിക്വയർഡ് X കോർഡിനേറ്റ്. നമുക്ക് Yന് ആവശ്യമില്ല, Yയും Z കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഉറുമ്പ് എവിടെയാണെന്ന് പറയാൻ വേണ്ടി, ഒരു പെർട്ടിക്കുലർ ടൈമിൽ പറയാൻ വേണ്ടി വി ഓൺലി റിക്വയർഡ് X ആക്സസ് അല്ലെങ്കിൽ X പൊസിഷൻ എന്നൊരു മാത്രം മതി. അതുകൊണ്ടാണ് ഇതിന് 1 ഡയമെൻഷൻ എന്ന് പറയാൻ കാരണം. സോ അലോങ് X ആക്സിൽ ആണെങ്കിൽ, പാരലൽ ടു X ആക്സിൽ ആണെങ്കിൽ 1 ഡയമെൻഷൻ ആണ്,
പാരലൽ ടു y ആക്സിലാണെങ്കിൽ 1 ഡയമെൻഷൻ ആണ്, ഇനി പാരലൽ ടു z ആക്സിലും 1 ഡയമെൻഷൻ ആണ്. സോ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷന് 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, 2 ഡയമെൻഷൻ മോഷൻ, മോഷൻ ഇൻ എ 2 ഡയമെൻഷൻ. The motion of an object in a plane surface is called two-dimensional motion or planar motion. It requires two coordinate axes to describe the motion, xy, xz or yz plane. ഒരു പ്ലെയിനിലാണ് 2 ഡയമെൻഷൻ മോഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പ്ലെയിനിൽ നമുക്ക് 1ഉം 2ഉം പോസിബിൾ ആവും. ഒരു പ്ലെയിനിൽ 3 ഡയമെൻഷൻ പോസിബിൾ ആവില്ല, കാരണം പ്ലെയിനിൽ XY മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലെയിനിൽ 1ഉം പോസിബിൾ ആവും, 2ഉം പോസിബിൾ ആവും. ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് പ്ലാനാർ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സും മാറാം, വൈയും മാറാം, അല്ലെങ്കിൽ എക്സ് സെഡും മാറാം. രണ്ട് കോർഡിനേറ്റ്സ് മാറും, മൂന്നാമത്തെ കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ 3 - 1 ദാറ്റ് ഈസ് 2 ഡയമെൻഷൻ. നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. എ മോഷൻ ഓഫ് എ കാരം കോയിൻ, ദ മോഷൻ ഓഫ് എ ടിപ്പ് ഓഫ് എ പെൻ വൈൽ റൈറ്റിംഗ്, എ ബോൾ റോളിംഗ് ഓവർ ദ ഗ്രൗണ്ട്. അതായത് മോഷൻ ഓഫ് എ ടിപ്പ് ഓഫ് എ പെൻ വൈൽ റൈറ്റിംഗ് ശ്രദ്ധിക്കണം. ഒരു പെന്ന് പേപ്പറിൽ നിന്ന് എടുക്കാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആണ് 2 ഡയമെൻഷൻ മോഷൻ. നമ്മൾ എടുത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിക്കം 3 ഡയമെൻഷൻ മോഷൻ. അപ്പോൾ സെഡും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം പേപ്പറാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ആ പേപ്പറിൽ ഇങ്ങനെ പെൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ എടുക്കാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ഡയമെൻഷൻ മോഷൻ ആവുള്ളൂ. നേർച്ച പെൻ എടുത്തെടുത്ത് എഴുതുമ്പോൾ നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ അത് സെഡിലേക്ക് മാറും. സോ ഇറ്റ്സ് ബിക്കം എ 3 ഡയമെൻഷൻ മോഷൻ. ആൻഡ് മൂവിങ് ഓൺ എ ടേബിൾ, ആൻഡ് മൂവിങ് ഓൺ സ്ട്രെച്ച്ഡ് വയർ എന്ന് പറയുമ്പോൾ 1 ഡയമെൻഷൻ മോഷൻ ആണ്. ടേബിൾ ആകുമ്പോൾ അത് സ്ട്രെയിറ്റ് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാതെ. സോ ഇറ്റ്സ് എ പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിനിൽ നമ്മളൊരു ഉറുമ്പ്, അതേ എക്സാമ്പിൾ എടുത്ത് ഉറുമ്പ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പൊസിഷനിലൂടെ മൂവ് ചെയ്യണം. അപ്പോൾ എക്സും മാറുന്നുണ്ട്, വൈയും മാറുന്നുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ ഉറുമ്പ് എവിടെയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് എക്സും ആവശ്യമാണ്, വൈയും ആവശ്യമാണ്. ബിക്കോസ് ദ 2 വേരിയബിൾസ് ആർ ചേഞ്ചിങ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് 2 ഡയമെൻഷൻ മോഷൻ. And next one, 3 dimension of motion. The motion of object in space is called 3-dimensional motion. It requires 3 coordinate axes to describe the motion. Example, the motion of a kite, the bird flying in air, motion of a gas molecules in a vessel, a fish moving under water. So we have 3 coordinates x, y, z. So we have a space. A space ആകുമ്പോൾ ക്യൂബ് ആവും. അപ്പോൾ ക്യൂബിൻ്റെ ഉള്ളിൽ ഒരു എയർ മോളിക്യൂൾസോ അല്ലെങ്കിൽ എന്താണ് ഒരു കൈറ്റ് പറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൈയിങ്സ്, ഇതിൻ്റെയൊക്കെ നമുക്ക് 3 ഡയമെൻഷൻ മോഷൻ. കാരണം എക്സും വൈയും സെഡും മാറിക്കൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഒബ്ജക്റ്റ് എവിടെയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് 3 കോർഡിനേറ്റും ആവശ്യമാണ്, എക്സ്, വൈ, സെഡ്. ഹിയർ 3 - 0, 3 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഇതാണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നോക്കി. അപ്പോൾ നമുക്കറിയാം ഒരു NH-ലൂടെ ഒരു വെഹിക്കിൾ സ്ട്രെയിറ്റ് ടു ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് 1 ഡയമെൻഷണൽ മോഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എ ഡ്രങ്ക് കാർഡ്സ് ഡ്രൈവ് എ കാർ. ഇറ്റ്സ് 1, 2, 3. എന്താണ് അതിന് എക്സാമ്പിൾ? 1, 2, 3. യെസ്. അപ്പോൾ ഡ്രങ്ക് കാർഡ്സ് ഡ്രൈവ് എ കാർ, നമുക്കറിയാം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്ട്രൈറ്റ് ഔട്ടില്ല, വളഞ്ഞ ഓടിച്ചു. ഇറ്റ്സ് ബിക്കം എ 2 ഡയമെൻഷൻ മോഷൻ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഫണ്ണി ആയിട്ട് ഒരാൾ ചോദിച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇസ് എൻ ഇന്ത്യൻ റോഡ് ഓർ എ ഫോറിൻ റോഡ്? അപ്പോൾ എന്താ കൺഫ്യൂസ്ഡ് ആക്കാൻ? അപ്പോൾ എന്താ ഇന്ത്യൻ റോഡ് ആണെങ്കിൽ, സാർ ഇന്ത്യൻ റോഡിങ്ങാണ് ഹമ്പും ഗട്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. ഇറ്റ്സ് ബിക്കം 3 ഡയമെൻഷൻ മോഷൻ. കാരണം എന്തുകൊണ്ടാണ്? എക്സും വൈയും മാറും, ഹൈറ്റും മാറുന്നുണ്ടോ. സോ ഇറ്റ് ബിക്കം എ 3 ഡയമെൻഷൻ മോഷൻ. പക്ഷേ കുറച്ചുകൂടി ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നിയത് വേറൊരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡ്രങ്ക് കാർഡ്സ് ഡ്രൈവ് എ കാർ. സാർ ആ ഡ്രങ്ക് കാർഡ് കുടിച്ച മദ്യം ഏതാന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ്, അല്ല കുടിക്കുന്ന മദ്യത്തിനനുസരിച്ചിട്ട് ഡയമെൻഷൻസ് മാറും, ചിലപ്പോൾ സ്വപ്ന ലോകത്തായിരിക്കും. സോ ഇറ്റ് ബിക്കം എ 4 or 5 ഡയമെൻഷൻ മോഷൻ. എനിഹാവ്, അപ്പോൾ ഡ്രങ്ക് കാർഡ്സ് ഡ്രൈവ് എ കാർ ബിക്കം 2 ഡയമെൻഷൻ മോഷൻ. ഇൻ കേസ് ഓഫ് ഫിഷസ്, ഇറ്റ് ഈസ് 3 ഡയമെൻഷൻ മോഷൻ. കാരണം അത് പ്ലെയിൻ മാറുന്നത് അപ്പ് ആൻഡ് ഡൗൺ മാറ്റം വരുന്നത്. സോ ഇറ്റ് ഈസ് എ 3 ഡയമെൻഷൻ മോഷൻ. ഇനി ബട്ടർഫ്ലൈ ഫ്ലൈയിങ്, ഇറ്റ്സ് ഓൾസോ 3 ഡയമെൻഷൻ മോഷൻ. കാരണം എന്താണ്? എക്സ്, വൈ പ്ലെയിനും മാറുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റും മാറുന്നുണ്ട്. സോ ഇറ്റ് ബിക്കം എ 3 ഡയമെൻഷൻ മോഷൻ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ മോഷൻസ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡയമെൻഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണെന്ന് പറയാമെന്ന് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ ആപ്പിൾ ഈസ് ഫോളിങ്, ഇറ്റ് ഈസ് 1 ഡയമെൻഷൻ മോഷൻ. ക്ലിയർ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു സ്പേസിൽ 1ഉം 2ഉം 3ഉം പോസിബിൾ ആവും, പ്ലെയിനിൽ 1ഉം 2ഉം മാത്രമേ പോസിബിൾ ആവുള്ളൂ. ക്ലിയർ? അപ്പോൾ ചിലർക്ക് സംശയം, സോ വാട്ട് ഇസ് 4 ഡയമെൻഷൻ മോഷൻ? 4 ഡയമെൻഷൻ മോഷൻ നമുക്ക് ഈ ഒരു സ്പേസിൽ എക്സാമ്പിൾ ഇല്ല, കാരണം നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ സ്പേസ് ആണ്. അപ്പോൾ എക്സ്, വൈ, സെഡിനോടൊപ്പം ടൈം കൂടി വരും, ദാറ്റ് ഈസ് 4 ഡയമെൻഷൻ മോഷൻ. ടൈം കൂടി വരുമ്പോഴാണ് ഇറ്റ്സ് ബിക്കം 4 ഡയമെൻഷൻ മോഷൻ. അപ്പോൾ എക്സ്, വൈ, സെഡ് ആൻഡ് ടൈം, സോ ഇറ്റ് ബിക്കം 4 ഡയമെൻഷൻ മോഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ പൊതുവേ ഞാൻ കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇറ്റ്സ് നോട്ട് എൻ എക്സാക്ട് എക്സാമ്പിൾ, ഇറ്റ്സ് എൻ അനലോഗ് എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. ഫ്രണ്ടിൻ്റെ വീട് നമുക്ക് എവിടെയാണെന്നറിയാം, ഏത് അപ്പാർട്ട്മെൻറ്റാണെന്നറിയാം, ഏത് ഫ്ലോറാണെന്നറിയാം. നമുക്ക് റൂം നമ്പർ മാത്രം അല്ലെങ്കിൽ ഹൗസ് നമ്പർ മാത്രം അറിഞ്ഞാൽ മതി. അപ്പം നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്നു, ഫ്ലോറിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ എന്ത് മാത്രം സെർച്ച് ചെയ്താൽ മതി? നമുക്ക് റൂം നമ്പർ മാത്രം അല്ലെങ്കിൽ ഹൗസ് നമ്പർ മാത്രം സെർച്ച് ചെയ്താൽ മതി. സോ വി റിക്വയർഡ് ഓൺലി 1 കോർഡിനേറ്റ്. ഇനി നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യുന്നു. നമുക്ക് ഫ്ലോറും അറിയില്ല, റൂം നമ്പറും അറിയില്ല.
സോ നമുക്ക് ഫ്ലോറും സെർച്ച് ചെയ്യണം, റൂം നമ്പറും സെർച്ച് ചെയ്യണം. സോ വി റിക്വയർ 2 കോർഡിനേറ്റ്സ്. ഇനി നമ്മൾ അവിടെ മൂവ് ചെയ്തു, നമുക്ക് 2-3 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഏത് അപ്പാർട്ട്മെന്റാന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്യണം, ഫ്ലോർ സെർച്ച് ചെയ്യണം, റൂം നമ്പർ സെർച്ച് ചെയ്യണം. സോ വി റിക്വയർ 3 കോർഡിനേറ്റ്സ്. ഇനി ഇതേപോലെ നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മൂവ് ചെയ്യുന്നു. ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു മുഹൂർത്തമുണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നു, ഫ്ലോർ അന്വേഷിക്കുന്നു, റൂം നമ്പർ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വാച്ച് നോക്കിക്കൊണ്ടേയിരിക്കും, കാരണം മുഹൂർത്തത്തിന് അവിടെ എത്തണം. സോ ഇറ്റ് റിക്വയർഡ് 4 കോർഡിനേറ്റ്സ്. ഇതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ്സ് നോട്ട് എ സ്പേഷ്യൽ എക്സാമ്പിൾ, ഇറ്റ്സ് എൻ അനലോഗ് എക്സാമ്പിൾ. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ എ 3-dimensional സ്പേസ്. 3-dimensional സ്പേസ് കൊണ്ടിരുന്നിട്ട് ഇവിടെ 4-dimensional സ്പേസിന്റെ എക്സാമ്പിൾ പറയാൻ കഴിയില്ല. ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ 3-dimensional സ്പേസ്. 5-dimensional ഉണ്ട്, 6-dimensional ഉണ്ട്, 7-dimensional ഉണ്ട്, 16 ഡയമെൻഷൻസ് വരെ സയന്റിസ്റ്റ് ഇക്വേഷൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിംഗ് തിയറീസിലൊക്കെ നോർമലി പാർട്ടിക്കിൾസിനെ സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാവ് 16 ഡയമെൻഷൻസ്. പക്ഷേ അതിന് എക്സാമ്പിൾസ് നമുക്ക് ഈ സ്പേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച മുതൽ ഇതുവരെ നമ്മൾ 3-dimensional സ്പേസിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്നതും ഓടുന്നതും വീഴുന്നതൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3-dimensional സ്പേസിലാണ്. അപ്പോൾ 3-dimensional സ്പേസിൽ ജീവിച്ചുകൊണ്ട് 4-dimensional സ്പേസ് എന്താണെന്ന് അറിയാത്ത നമുക്കൊരു 4-dimensional സ്പേസിനെ കുറിച്ച് എക്സാമ്പിൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതേപോലെ ശ്രദ്ധിക്കണം, 16 ഡയമെൻഷൻസ് വരെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 16 ഡയമെൻഷൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ബട്ട് ഐ ഹാവ് ആൻ എക്സാമ്പിൾ ഫോർ n ഡയമെൻഷൻസ് ഓഫ് മോഷൻ. എല്ലാവർക്കും അറിയുന്ന വളരെ ഫണ്ടമെന്റൽ ആ ഒരു എക്സാമ്പിളാണ് n ഡയമെൻഷൻ മോഷൻ. ഗോഡ് ദൈവത്തിന്റെ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ അത് 2 ഡയമെൻഷൻ, ഒരു ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കണം, ഇറ്റ് ബിക്കം 3 ഡയമെൻഷൻ. പക്ഷെ നമ്മളൊക്കെ അറിയാം, ദൈവത്തിന് രൂപമുണ്ടോ? ഇല്ല എന്ന് പറയാൻ കാരണം ദൈവം ഇല്ല എന്നല്ല എന്നോട് മീൻ ചെയ്യുന്നത്. ഈ 3-dimensional സ്പേസിൽ ദൈവത്തിന് രൂപമില്ല എന്നർത്ഥമുള്ളൂ. ആക്ച്വലി ഒരു രൂപമുണ്ട്. ആ രൂപം n-dimensional സ്പേസിലെ രൂപമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പിക്ചറൈസ് ചെയ്യാനോ ഉണ്ടാക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന് രൂപമില്ല എന്നൊരു കൺസെപ്റ്റ് പറയാൻ കാരണം. ആക്ച്വലി എന്താണ് അതിന് മീനിങ് വരുന്നത്? 3-dimensional സ്പേസിലോ 4-dimensional സ്പേസിലോ രൂപമില്ല. ഇറ്റ് ഹാസ് എൻ ഷേപ്പ് ആൻഡ് സൈസ് ഓൺ n-dimension. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് രൂപമില്ല എന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്ഷൽ മാച്ച് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നടത്താം. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് മൂവ് ചെയ്യാം. സോ ഇറ്റ്സ് 1 dimension, 2 dimension, 3 dimension. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 1 dimension. Both are 1-dimensional motion because it's a straight line. Confusion ഇല്ലാണ്ട് പറയാം, both are 1-dimensional motion. And what about this? നമുക്കറിയാം എക്സും വൈയും മാറുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, എങ്കിൽ കൂടി ഇത് 2-dimensional മോഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഈ ഒരു പൊസിഷനിൽ എക്സും വൈയും മാറിക്കൊണ്ടേയിരിക്കുന്നു. സോ ദാറ്റ് ഇസ് 2-dimensional മോഷൻ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ പിന്നെ 1-dimensional മോഷൻ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഫോർ എക്സാമ്പിൾ, നമുക്ക് എക്സ് വൈ ആക്സിസ് ഇല്ല എങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് ഇങ്ങനെ എടുത്തൂടെ? അപ്പോൾ ഇങ്ങനെ ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കുകയാണെങ്കിൽ എന്തായത്? 1-dimensional മോഷനായി. അപ്പോൾ 2-dimensional മോഷൻ നമുക്ക് എന്ത് ചെയ്യാമാണെങ്കിൽ 1-dimensional മോഷൻ ആകും. ഇവിടെ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് അബ്സല്യൂട്ട്. കാരണം 2-dimensional എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമുക്ക് 1-dimensional മോഷൻ ആക്കി എന്ത് ചെയ്യാം, മാറ്റാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടത് ഇറ്റ്സ് 2-dimensional മോഷൻ ആണ്. കാരണം എക്സും വൈയും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാറുന്നുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ആൾസോ 2-dimensional മോഷൻ. കാരണം എക്സും വൈയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. So it is 2-dimensional motion. And position time graph. So it's 1-dimension, 2-dimension or 3-dimensional motion. പെട്ടെന്ന് ചാടി കയറി പറയും it is 1-dimensional motion. But it is wrong. The object is at rest. അത് മൂവ് ചെയ്യുന്നില്ല, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു, പൊസിഷൻ മാറുന്നില്ല. അവിടെ ശ്രദ്ധിക്കണം, രണ്ടും പൊസിഷൻസ് അല്ല, ഇത് ടൈമാണ്. എക്സിൽ ടൈമാണ് എടുത്തിരിക്കുന്നത്, വൈയിൽ പൊസിഷനാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് രണ്ടും പൊസിഷൻ ആയിരുന്നു. Here we have time on x-axis. സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു, പൊസിഷൻ മാറുന്നില്ല. So this object is rest. ഒബ്ജക്റ്റ് എന്താണ്? റെസ്റ്റ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? പൊസിഷൻ ടൈം. ഇറ്റ്സ് 1-dimension, 2-dimension, 3-dimension മോഷൻ. ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് ചാടി കയറി പറയും 1-dimension എന്ന് പറയും ചിലർ, അല്ലെങ്കിൽ ചിലർ പറയും റെസ്റ്റ് എന്ന് പറയും. ബട്ട് ദ ആക്ച്വൽ ആൻസർ ഈസ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. വൈ ഇറ്റ് ഈസ് ഇംപോസിബിൾ? ഇത് ടൈമാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം, ഫോർ എക്സാമ്പിൾ 9 മണി എന്ന് വിചാരിക്കാം, ഒരു പെർട്ടിക്കുലർ ടൈം 9 AM. 9 AM എന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിനെ പല പൊസിഷനിൽ കാണാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഒലോക്കോട്, പാലക്കാട്, കോഴിക്കോട്, ഒരു അപ്പോൾ ഓരോ പൊസിഷനിലും ഒരു സമയത്ത് ഒരാളെ കാണാൻ കഴിയുമോ? ഇറ്റ്സ് ഇംപോസിബിൾ. അതുകൊണ്ടാണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ദ ഒബ്ജക്ട് സീൻസ് എ ഡിഫറെന്റ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ദിസ് ഇസ് നോട്ട് പോസിബിൾ ആൻഡ് ദിസ് ഇസ് എറ്റ് റെസ്റ്റ്. അപ്പോൾ ഡയമെൻഷൻസ് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് നെക്സ്റ്റ് വൺ, ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. Look at the graph A to D carefully and state with reason which these cannot possible represent 1-dimensional motion of a particle. 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഈ ഗ്രാഫുകളൊക്കെ ഏതൊക്കെയാണ് 1-dimensional മോഷൻ പോസിബിൾ ആവാത്തത്? ഈ 1 എന്ന പോയിന്റ്, ഈ D എന്ന് ഈ ഡിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്.
നേരത്തെ ഡിസ്റ്റൻസോ ഡി എന്ന് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെ സഞ്ചരിച്ചാലും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും മാറില്ല. ഇപ്പം ഇങ്ങനെ സഞ്ചരിച്ചു, നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു, ഡിസ്റ്റൻസ് മാറാം, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് മാറില്ല. ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എത്ര അകലെയാണെന്ന് അതിന് മീനിങ് വരുന്നത്. ഡിസ്റ്റൻസ് ആണ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ്. സോ ഡിസ്റ്റൻസ് ഇസ് എ സ്കെലാർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ. ഡിസ്റ്റൻസ് ഈസ് പോസിറ്റീവ് ഓർ സീറോ. ഇറ്റ് നെവർ ബിക്കം നെഗറ്റീവ്. നെഗറ്റീവ് ആവില്ല ഡിസ്റ്റൻസ്. അതൊന്നില്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയല്ല. സീറോ ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. The difference between speed and velocity. Speed is distance traveled by 1 second and velocity is displacement traveled in 1 second. The displacement by time ആണ് velocity. Speed എന്ന് പറയുന്നത് distance by time ആണ്. Speed is a scalar and velocity is a vector. അതേപോലെ തന്നെ സ്കെയിലേഴ്സ് ആകുമ്പോൾ പോസിറ്റീവ് സീറോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെലോസിറ്റി ആകുമ്പോൾ അത് വെക്ടർ ആയതുകൊണ്ട് ഇറ്റ് ഹാസ് നെഗറ്റീവ് സീറോസ് ആൻഡ് പോസിറ്റീവ്സ്. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കൺസെപ്റ്റ് മനസ്സിലായി. സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇതാണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി വേണമെങ്കിൽ ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കാം, ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്രയായിരുന്നു? അതായത് 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ സ്റ്റേറ്റ്മെന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ കഴിയണം. ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് 1 ആണോ 2 ആണോ ഇനി പോസിബിൾ ആവോ ഇല്ലയോ എന്ന് കാണാൻ കഴിയണം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്, distance and displacement, and speed and velocity. Hope that concepts are very clear to you. If you have any doubts, feel free to ask through comments. Thank you for watching. Thank you.